അടുത്തല്ലേ ഇത് ഇതെന്ത് കാണണം ഇത് എപ്പോഴും നടക്കാറുള്ള ഒരു സിംഹമലയും എത്ര കഴിവുള്ള ആളാണോ ശരിക്കും? അല്ല ഈ പാട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അയാളെ കഴിവേറിയെന്ന്. അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ ആയുധങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ലിക്വിഡ്, പിന്നെ അറിയാലോ ഒരു ബോർഡും ഒരു മാർക്കറും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CP ഫണ്ടാസ്റ്റിക്. ഓക്കെ, ഗെയിം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിൽ നിന്ന് നിങ്ങളൊരു ഒരെണ്ണം എടുക്കുക, ഒരു സ്ലോട്ട് എടുക്കുക. ഇതിൽ ഒരു ടാസ്ക് ഉണ്ടാകും, അത് ചെയ്യണം. അത്രേ ഉള്ളൂ. ഒരു ഫൺ ടാസ്ക് ഉണ്ടാകും, അത് ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പണിഷ്മെന്റ് ചെയ്യേണ്ടി വരും. 1 to 12 നമ്പറിൽ ഏതാച്ചാ പറയാം. നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം നിങ്ങളുടെ പണിഷ്മെന്റ് എന്താണ്. പേപ്പർ പണിഷ്മെന്റ് ചെയ്യേണ്ട വരും. പണിഷ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ വിടില്ല. അതാണ് അടുത്ത പണിഷ്മെന്റ്. സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് വായിച്ചിട്ട് ഒറ്റയ്ക്ക് വയ്ക്കണേ. കൂടെ ആളെ കാണിക്കരുത്. ഓരോരുത്തരാണ് വായിച്ചിട്ട് ഞങ്ങളെ കാണിക്കണം. എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം എന്താ സംഭവം മനസ്സിലായില്ലെങ്കിൽ. ഞാൻ വെച്ച് പാസ് ചെയ്ത് മൊത്തം നോക്കാനായിരിക്കും. നോക്കരുത്. ഇതെടുത്തിട്ട് നിങ്ങളെ കാണിക്കണോ? അത്ര സിമ്പിൾ ആയിട്ടുള്ള മതിയേ. ഇതൊരു സോങ് ആണ്, മനസ്സിലായില്ലേ? ആ സോങ് ആക്ട് ചെയ്തിട്ട് ഇവരെ മനസ്സിലായില്ലെങ്കിൽ സാധനം കൈവച്ചോ. തുടങ്ങുന്നതിന് മുമ്പ് മലയാളമാണോ ഇംഗ്ലീഷാണോ തമിഴാണോ? ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അത് പറയാൻ പാടില്ല. അങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കാൻ പാടില്ല. ക്ലൂ ഒന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ സിനിമാ പേര് കാണിക്കും. ലാംഗ്വേജ് മലയാളം മാത്രമേ ഉള്ളൂ. ഇനി വിഷ്ണു സംസാരിക്കാൻ പാടില്ല. 2 minutes കൊടുക്കണോ? ഹീറോയും കൂടി 2 minutes. Okay. ഇത് ആക്ടിംഗ് സ്കിൽ മൊത്തം സിനിമ ലൈറ്റ് അംബ്രല്ല വെളിച്ചം വെട്ടം സിനിമ വെട്ടം കള്ള് വെള്ളം ലിറിക്സ് ലിറിക്സ് അറിയണമെന്നുണ്ടാവില്ലല്ലോ. പോലീസ് സല്യൂട്ട് എന്താണ്? ആരാ? SIയോ? വിശാഖിനെ നോക്കിയായിരുന്നു. കള്ള് പേര് വിശാഖിനെ കൊണ്ടേ റമ്മെടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കേട്ടട ചങ്ങാതി മൊട്ടപ്പത്തി. എന്നിട്ട് ചേച്ചി മുട്ടയുടെ ഇത് ഈസിലി കിട്ടുന്നോണ്ടാണ് അത് പറഞ്ഞത്. എനിക്കൊരു പോയിന്റ് ഇല്ലേ? വിഷ്ണുവിനൊരു പോയിന്റ്. പണിഷ്മെന്റ് ചുമ്മാ ഇതോടെ ആക്ടിംഗ് കരിയർ ഇതോടെ നിന്നു. ഒറ്റയ്ക്ക്
ഇങ്ങനത്തെ പാട്ടാണ്. ഇത് പാട്ടാണോ? അത് ഞങ്ങൾക്ക് പറഞ്ഞു വായിക്കാൻ വായിച്ചു കൊടുത്തോട്ടെ. ഞാൻ പുള്ളിക്കാരത്തേക്ക് വായിക്കാൻ വായിച്ചു കൊടുത്തോട്ടെ. അല്ല അപ്പൊ അതൊരു മലയാളം പാട്ടാണ്. അത് സ്വന്തം ടാസ്ക് ആണ്. അത് ഏത് മലയാളം സോങ് ആണ് പറയണം. അത് പറഞ്ഞു കൊടുക്കും പുള്ളിക്കാരത്തേക്ക്. അല്ല മനസ്സിലാക്കണല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം ഏത് പാട്ടാന്നുള്ളത്. ഗാലക്സി ബ്യൂട്ടിഫുൾ ലവ് nectar is raining 9 clouds bring the cold. അത് ഏത് അല്ല ഇല്ലില്ല ഹെൽപ്പിംഗ് ഇല്ല. അത് മനസ്സിലാക്കാം. അത് ഏത് മലയാളം ഗാലക്സി ബ്യൂട്ടിഫുൾ ലോകം സുന്ദരം സ്വന്തമായിട്ട് അതേ മനസ്സിലാക്കിയിട്ട് വേണം അവരെ കൊണ്ട് ലവ് മനസ്സിലാക്കാൻ. നെക്ടറോ അല്ല ഇത് എന്താ ടാസ്ക്? ഇതിന്റെ മലയാളം മലയാളം സോങ് അല്ല അതെനിക്ക് മനസ്സിലായി. ഇതെല്ലാരും കൂടി ഒന്ന് വായിച്ചിട്ട് അല്ലല്ല അതാ പറഞ്ഞേ എല്ലാം മേഘം പൂത്തു തുടങ്ങി അതാണോ? ആ ക്ലൗഡ്സ് മേഘം കൊണ്ടുവരൂ. മേഘം കൊണ്ടുവരുമോ? മേഘം കൊണ്ടുവരുമോ? ഗാലക്സി എന്താണെന്ന് യൂണിവേഴ്സ് ഐ മീൻ ലോകം അല്ല ഭൂഖണ്ഡം ഐ മീൻ ഇത് ഭയങ്കര ടാസ്ക് അത് കുറച്ച് കൂട്ടത്തിൽ ഏറ്റവും ടഫ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാം. പറയടാ, നീ ഒരു director അല്ലേ? എല്ലാവരുടെയും task ആണ്, എല്ലാവരും കാണിക്കേണ്ടി വരും. എടാ, പറയടാ. ട്രൈ ചെയ്തോളൂ. Nectar is love. സ്നേഹം. 9 മേഘങ്ങൾ. 9 നേരങ്ങളിൽ പാട്ട് വരില്ല. അത് കുറച്ച് സാഹിത്യവൽക്കരിച്ച് നവ മലയാളം പാട്ട് നവ മേഘങ്ങൾ. എന്താ പറഞ്ഞ ഫസ്റ്റ് അങ്കിതയുടെ തലയിൽ വന്ന ബുദ്ധിയല്ലേ. അപ്പൊ ഒരു ഈ ബ്യൂട്ടിഫുളിന്റെ മീനിങ് എന്താ മലയാളത്തിലൊന്നും പാടിക്കല്? സുന്ദരം അല്ല ഇംഗ്ലീഷ് എഴുതിയത് ആരാ? ഒന്നും പറയാനില്ല. നോക്കാം. ചതിച്ചി. അങ്കിത വായിച്ച കിട്ടിയില്ല. സിമ്പിൾ എന്താ മൂവിയാ? പാട്ടാ? പാട്ടാണ്. അത് കാണിക്കാം. എന്റെ സ്കൂളിൽ ഇത് കാണിക്കാം. സിനിമ ഏതാന്ന് കാണിക്കുമോ? സിനിമ കാണിക്കുന്നേ പഴയത്, ഭയങ്കര പഴയത്. നായകനാരാ? അല്ല അത് നസീർ ജയഭാരതി. ജയൻ. ഉമർ. ഊണ്. ഫുഡ്. സദ്യ ഭക്ഷണം. ഊണ്. കഴിക്കുക. തീറ്റ. തിന്നു. ചത്തു. ഇന്ന് ചത്തൊരു ബന്ധത്തിൽ ഫുഡ്. ഭക്ഷണം. ഫുഡ്. അയ്യോ അതിങ്ങനെ സെക്കൻഡ് ടൈം പറ. എത്ര വാക്കുകളുണ്ടെന്ന് പറ. എല്ലാം മലയാളം. എത്ര വാക്കുകൾ? പാട്ടിലെ വാക്കുകളാണോ? സിനിമയായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു വാക്ക് പറ അതിനകത്തുള്ള. ഭക്ഷണം. ഭക്ഷണത്തിന്റെ ഒരു പേരാണ്. അന്നം. അന്നം. ഫുഡ്. ഊണ്. ഫുഡ് തന്നെ. ഫുഡ് തന്നെ. അന്നം. ഒരു മിനിറ്റ് രസം കാണാൻ. അന്നം. ഊണ്. ശാപ്പാട്. അല്ല ഫുഡ് തന്നെ. നീ ഏതെങ്കിലും ഒരു വാക്ക് പറ അതിനകത്തുള്ള. ഇളക്കി. കലക്കുക. ഉണ്ടാക്കുക. ഒഴിക്കുക.
വറക്കുന്നു. കടുകിട്ട് വറുക്കുകയാണോ? അതിന് മുമ്പത്തെ കടല വറുക്കുക, അരി വറുത്തു, വറുക്കുന്ന രണ്ടാമത് ഫസ്റ്റത്തെ വറുത്തത് സെക്കൻഡ് ഫസ്റ്റത്തെ ഒരു ഫുഡാണ് വന്നത് അല്ലേ? ഫുഡ് വറുത്തു, ചട്ടിയോ ഫേമസ് പാട്ടാണോ? കഴിയാറായി യെസ് കഴിഞ്ഞോ? നീ പാടി കൊടുത്തല്ലേ? പെട്ടെന്ന് പണിഷ്മെന്റ് ഉണ്ട്, പേടിക്കണ്ട, പണിഷ്മെന്റ് ഉണ്ട്. 12 ഏതെങ്കിലും നമ്പർ ഇഷ്ടമുണ്ട്. 7 കൂട്ടത്തിൽ ഒരാളെ കുറിച്ച് ഒരു കള്ളക്കഥ പറയാം. കള്ളക്കഥ ഉണ്ടാക്കണോ? ഒരാൾ ആരെങ്കിലും വെച്ച് ഇത് അല്ല അവ പതുക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളക്കഥ ആയിരിക്കണം. ആണോ? വിശ്വസിക്കാൻ പറ്റണോ? കള്ളക്കഥ ഈ ഇരിക്കുന്ന ആൾക്കാരെ പറ്റി ആരെങ്കിലും ഒരാളെ പറ്റി. എന്താ പിന്നെ ഞാനും അങ്ങോട്ട് വിശാഖനെ സെറ്റിൽ വെച്ച് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതാണ് അവളെ മനസ്സിലായി. ഫ്രണ്ട്സ് അല്ലേ? ഇത് എപ്പോഴും നടക്കാറുള്ള പരസ്യമായ രഹസ്യമാണെന്ന്. എത്ര നല്ല കള്ളക്കഥ പോരായിരുന്നു. അതെ, അടുത്ത തന്നാ പിന്നെ എന്തേ ഇന്നും വന്നില്ല കേട്ടല്ലേ? എന്നോടിഷ്ടം അങ്ങനല്ലേ? അനുരാഗം നീട്ടും സ്വപ്നം കാണും ആകാശത്തോട്ടിൻ കിന്നരൻ. അങ്ങനെയൊക്കെ നമ്മുടെ ഫൈനൽ ടാസ്ക് വിശാഖിന്. The one and only ഡയറക്ടർ നന്ദു. മലയാളമാണെങ്കിൽ നോക്കരുത്. മനസ്സിലായല്ലോ പാട്ട്. കൗണ്ടർ അടിക്കാനായിട്ട് വരയ്ക്കാനാ അഭിനയിച്ച് കാണിക്കാൻ അഭിനയിച്ച് കാണിക്കട്ടെ. പുള്ളി ഡയറക്ടർ അല്ലേ? പുള്ളി അഭിനയിച്ച് കാണിക്കട്ടെ. അഭിനയിച്ചോ? അല്ല അവന്റെ ഓപ്ഷൻ കൊടുക്കും. അവന് വരയ്ക്കാനാണോ വരയ്ക്കല്ലേ? കഴിഞ്ഞ മറ്റേ എന്തൊക്കെയോ വരച്ച് വീടൊക്കെ വരച്ച് ഇപ്പൊ അഭിനയിച്ചു. പഴയ പാട്ടാണ്. ഇത്രയും ആർട്ടിസ്റ്റുകളെ അഭിനയിപ്പിക്കുന്ന ഡയറക്ടർ. രണ്ടു പാട്ടാ. അതൊരു ടാസ്ക്. പഴയ പാട്ടാണ്. പഴയ പാട്ടാ, ഒരുപാട് പഴയതാ. മോഹൻലാൽ, മമ്മൂട്ടി, പൂച്ച, പമ്മി പമ്മി, സിംഹം, നരസിംഹം, ഒന്നാമത്തെ വാക്ക് സിംഹമാണ്. ഒരു സിംഹം. ഒരു സിംഹമലയും വിഷ്ണു ഇത്ര കഴിവുള്ള ആളാണോ ശരിക്കും? അല്ല, ഈ പാട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ടാസ്കും പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ പണിഷ്മെന്റ് ചോദിച്ചാൽ വീണ്ടും ചെയ്യണ്ടല്ലോ. ഒരു വട്ടം രക്ഷപ്പെട്ടു. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം. അപ്പൊ നമ്മുടെ ഗെയിംസ് ഇത്രേ ഉള്ളൂ.
എങ്ങനെയുണ്ടായിരുന്നു game? ഗംഭീരം. പണിഷ്മെന്റ് കിട്ടാത്തതായിരിക്കും. വിഷ്ണു വിഷ്ണുവിന് കിട്ടിയില്ല, ശോഭിക്ക് കിട്ടിയില്ല, അങ്കിതയ്ക്ക് രണ്ടോട്ടം കിട്ടി. രണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര രണ്ടോട്ടം അപ്പൊ ഏറ്റവും നല്ല പെർഫോമർ ആരാ? അങ്കിത. രണ്ട് പണിഷ്മെന്റ്, രണ്ട് ടാസ്ക് ചെയ്തില്ല, രണ്ട് പണിഷ്മെന്റ് അത് ചെയ്തല്ലോ. ഇത് മറ്റേ ക്ലാസ്സിൽ ഏറ്റവും പ്രോത്സാഹനം കൊടുക്കുന്നതാണോ? തോന്നിയത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫ്രം ടീം സിനിമ പ്രാന്തൻ. താങ്ക് താങ്ക് യു സോ മച്ച്. ഇപ്പം ഇത് ഫണ്ണാണ്. ഫാന്റാസ്റ്റിക് ആയിരുന്നല്ലേ? ഡയറക്ടർ ഒന്നും പറഞ്ഞില്ല. വിശാഖിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല നന്നായിട്ട് നന്ദി, നമസ്കാരം. ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം. ഇത് ഞങ്ങൾക്കും വളരെ അടിപൊളി ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനി വിളിക്കുമല്ലോ അല്ലേ? റിലീസ്